ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ പുതിയ ഐഫോൺ വാങ്ങി. പക്ഷേ ഐഫോണിന് ഒരു സ്ക്രീൻ പ്രൊട്ടക്ടറിൻ്റെ ആവശ്യമുണ്ടായിനി. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഐഫോണിൽ കുറേ സ്ക്രാച്ചെല്ലാം ഉണ്ട്. ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ആമസോണിൽ കണ്ടത്, ESRൻ്റെ. ഇത് നമുക്ക് സ്വന്തം തന്നെ ഇടാം. ഇപ്പോൾ തുറന്നു നോക്കാം. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഈ കേസിൻ്റെ ഉള്ള ഐഫോൺ ഇട്ട് കഴിഞ്ഞാൽ സംഭവം ആയി. ഇതിൽ 3 കിട്ടും, 3 കവർ കിട്ടും. അപ്പോൾ ഇതിനുള്ള 3 ഉണ്ട്. 1, 2, പിന്നെ 1 താഴത്തും ഉണ്ട്. അങ്ങനെ 3. ഇതിൻ്റെ ഉള്ളിൽ അങ്ങ് ഫോൺ ഇട്ടാൽ മതി. ഇതിൻ്റെ അങ്ങ് പുള്ളിയല്ലേ ഈ സാധനം. ഇതാണ് ആ സ്ക്രീൻ പ്രൊട്ടക്ടർ. പിന്നെ അതിൻ്റെ കൂടെ വേറെ കുറച്ച് സാധനങ്ങൾ വരുന്നുണ്ട്. ഇത് വെറ്റ് പൈപ്പ്. ഇതാണ് നമ്മൾ ആദ്യം ഉപയോഗിക്കേണ്ടത്. നമ്പർ 1 എഴുതിയിട്ടുണ്ട് അവർ. ഇൻസ്ട്രക്ഷൻ മാനുവലും ഉണ്ട്. അപ്പോൾ ഈ വെറ്റ് വൈപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആദ്യം ആ ഫോണിൻ്റെ സ്ക്രീൻ ഒന്ന് തുടക്കും. പിന്നെ ഇത് രണ്ടാമത്തെ, ഇത് തുണി. അതിന് ശേഷം നമ്മൾ ഈ തുണിയോട് നമ്മൾ ഒന്ന് ഉരക്കും ആ സ്ക്രീൻ. അപ്പോൾ നല്ലോണം വൃത്തിയായി. പിന്നെ പോരാണ്ട് ഒരു ഡസ്റ്റ് റിമൂവൽ സ്റ്റിക്കറും ഉണ്ട്. ആ സ്റ്റിക്കർ ഉപയോഗിച്ചിട്ട് നമ്മളത് ഡസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അവൻ പറിച്ചെടുക്കും അത്. അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ചെയ്യാം. ഇത് വെറ്റ് പൈപ്പാണ്. അതിനെ കൂടെ നമുക്ക് ഇങ്ങനെ തുടക്കാം നല്ലോണം. ഇത് തുടച്ചതിന് ശേഷം നമ്മൾ സ്റ്റെപ്പ് 2ലേക്ക് പോകും. ഇത് സ്റ്റെപ്പ് 3. ഇത് നമ്മൾ ഡസ്റ്റെല്ലാം ഊരിയാണ് അതിൻ്റെ മേലെ. പിന്നെ ആ ഫോൺ അതിൻ്റെ ഉള്ളിൽ ഇടുക, ഇട്ടങ്ങ് വലിക്കുക. ആ വലിക്കുന്ന ആ സീനും മിസ്സായിപ്പോയി ക്യാമറയിൽ. പക്ഷേ താഴത്തുണ്ട്. വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോണിനെ പുറത്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള ആ സ്ക്രീൻ പ്രൊട്ടക്ടർ അതിൽ സ്റ്റിക്ക് ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെ പറിച്ചെടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് അതിൽ കൊണ്ടുപോട്ടാ, ഒരു പ്രശ്നമില്ല. പിന്നെ അത് വെച്ച് ചെറുങ്ങനെ സൈഡിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ തന്നിട്ടുണ്ട് ഒരു സാധനം. അതിനെ കൊണ്ട് നമ്മൾ വരച്ചാൽ മതി. അപ്പോൾ സൈഡിൽ ആ സ്മഡ്ജസ് വല്ലതും പോകും. ഇത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാനാണല്ലോ. ESRൻ്റെ നല്ല പ്രൊട്ടക്ടർ.